ജോർജ് സോറസ് ഫൗണ്ടേഷനുമായുള്ള ബന്ധത്തിൽ വെട്ടിലായി കോൺഗ്രസ്. ജോർജ് സോറസ് ബന്ധം കോൺഗ്രസ് നേതൃത്വം രാജ്യത്തോട് മാപ്പ് പറയണമെന്ന കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ജോർജ് സോറസുമായുള്ള ബന്ധത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ കോൺഗ്രസിനുള്ളിൽ പരിഭ്രാന്തിയാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, നമുക്കറിയാം ഈ ഒരു ജോർജ് സോറസ് ഫൗണ്ടേഷനുമായുള്ള കോൺഗ്രസ് ബന്ധം, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നതോടെ കോൺഗ്രസ് നേതൃത്വം വലിയൊരു പരിഭ്രാന്തിയിൽ തന്നെയാണല്ലോ. കാരണം ഇതാണല്ലോ കിരൺ റിജിജു അടക്കം ചൂണ്ടിക്കാട്ടുന്നത്. ദേവിക, ഭാരതവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യവസായ ഭീമൻ ജോർജ് സോറസുമായും ജോർജ് സോറസ് ഫൗണ്ടേഷനുമായും കോൺഗ്രസ് നേതൃത്വത്തിന് ബന്ധമുണ്ട് എന്ന തെളിവുകളും റിപ്പോർട്ടുകളും പുറത്തു വന്നതോടുകൂടിയാണ് വലിയ പരിഭ്രാന്തിയിലേക്ക്, വലിയ പ്രതിരോധത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം നീങ്ങിയിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയാനോ അല്ലെങ്കിൽ ഈ വിഷയം ഇന്ന് പാർലമെന്റിൽ ഉന്നയിക്കുമെന്നുള്ളത് ഇന്നലെയും ഇന്നും BJP നേതാക്കൾ അറിയിച്ചിരുന്നു. എന്നാൽ പാർലമെന്റിൽ സഭാ നടപടികൾ തുടങ്ങുന്നതിനോ ഈ ചർച്ചകളിലേക്ക് വഴിവെക്കുന്നതിനോ പോലും ഇട നൽകാതെ പാർലമെന്റിൽ ബഹളം വെച്ചുകൊണ്ട് പാർലമെന്റിന്റെ നടപടികൾ അവസാനിപ്പിക്കുകയും ഒപ്പം പൊതു ഇടങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉത്തരം നൽകാനാകാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. BJPയും ഒപ്പം ഇന്ത്യ മുന്നണിയിലെ തന്നെ ചില നേതാക്കൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ഭാരത വിരുദ്ധ നിലപാടുകൾ എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർക്കുന്നതിന് കോടിക്കണക്കിന് രൂപ മുടക്കുകയും ഏത് വേദികളിലും അല്ലെങ്കിൽ അന്താരാഷ്ട്ര വേദികളിലെല്ലാം തന്നെ ഭാരതത്തെ താഴ്ത്തിക്കെട്ടുന്ന പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളും നടത്തുന്ന ജോർജ് സോറസിന്റെ ഫൗണ്ടേഷനുമായി കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷയും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവുമായ സോണിയയ്ക്ക് ബന്ധമുണ്ട് എന്ന റിപ്പോർട്ടുകളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ജോർജ് സോറസ് സാമ്പത്തികം നൽകുന്ന, ബാക്കപ്പ് ചെയ്യുന്ന ഫോറം ഓഫ് ദ ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഏഷ്യ പസഫിക് ഫൗണ്ടേഷനിൽ സോണിയ പ്രസിഡന്റാണ്. സോണിയ അതിന്റെ ഭാഗമായി എന്നുള്ളത് മാത്രമല്ല, സോണിയ തലപ്പത്തിരിക്കുന്ന ഈ ഒരു ഫൗണ്ടേഷൻ തുടർച്ചയായി ഭാരതത്തിനെതിരെയുള്ള പ്രചാരണങ്ങൾ നടത്തുകയും പാകിസ്ഥാന് അനുകൂല നിലപാട് സ്വീകരിക്കുകയും പാകിസ്ഥാനിലെ ഗവൺമെന്റ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, ജനാധിപത്യം മുൻപോട്ട് കൊണ്ടുപോകുന്നു എന്ന പ്രചാരണം നടത്തുകയും കശ്മീരിൽ സമാധാനം വേണമെങ്കിൽ കശ്മീർ സ്വതന്ത്രമാക്കണമെന്ന പ്രചാരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ തുടർച്ചയായ ഭാരതവിരുദ്ധ നിലപാടുകൾ സോണിയ അധ്യക്ഷയായിട്ടുള്ള ഈ ഫൗണ്ടേഷൻ നടത്തി. ആ ഫൗണ്ടേഷനാകട്ടെ സാമ്പത്തിക സഹായം നൽകിയത് ജോർജ് സോറസുമാണ്. കൂടാതെ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപായി രാഹുൽ നടത്തിയിട്ടുള്ള ഭാരത് ജോഡോ യാത്രയിൽ ജോർജ് സോറസുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു. ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് പണം നൽകിയത്, അതിൻ്റെ സാമ്പത്തിക ചെലവുകൾ വഹിച്ചിട്ടുള്ളത് ജോർജ് സോറസ് ആണ് എന്ന ആരോപണം കൂടി മുൻപോട്ട് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാകുന്നു. സാമ്പത്തിക സഹായം കൈപ്പറ്റി എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരുമായി കൈകോർത്തു, അവരിൽ നിന്ന് സാമ്പത്തികം കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആരോപണമായി നിൽക്കുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ചൂണ്ടിക്കാട്ടിയത് ഈ വിഷയത്തിൽ കോൺഗ്രസ് രാജ്യത്തെ ജനങ്ങളോട് നിരുപാധികം മാപ്പ് പറയണം എന്നുള്ളതാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നതിന് കോൺഗ്രസ് രാജ്യത്തെ ജനങ്ങളോട് നിരുപാധികം മാപ്പ് പറയണം. കോൺഗ്രസ് നേതൃത്വത്തിന്റെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഓരോന്നായി ഇപ്പോൾ പുറത്തു വരികയാണ്. മുൻപ് ചെയ്തിട്ടുള്ളതും ഇപ്പോൾ തുടരുന്നതുമായ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഓരോന്നുമായി പുറത്തു വരികയാണ് എന്നുള്ള വിമർശനമാണ് കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ഉന്നയിച്ചിട്ടുള്ളത്. ഒപ്പം കോൺഗ്രസിന്റെ ചില നേതാക്കൾ തന്നെ നേതൃത്വത്തോട്, രാഹുലും സോണിയയും ഉൾപ്പെടുന്ന നേതൃത്വത്തോട് ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം വ്യവസായ ഭീമനും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടത്തുന്ന ഒരാളുടെ ഫൗണ്ടേഷനുമായി എങ്ങനെ ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് വരും ദിവസങ്ങളിലും രാജ്യത്തെ പൊതുജനങ്ങൾക്ക് മുൻപിലും ഒപ്പം ഇപ്പോൾ ഉയർന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് മുൻപിലും ഉത്തരം പറയേണ്ടതായിട്ട് വരും. അതിൽ നിന്ന് നിലവിൽ ഒളിച്ചോടുന്ന സമീപനമാണ് കോൺഗ്രസിന്റെ നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. ദേവിക, ശരി. തത്സമയം ഡൽഹിയിൽ നിന്ന് ചേർന്നത് ജിഷ്ണു കൃഷ്ണൻ.